ലോകം മുഴുവൻ സ്നേഹിക്കുന്ന ഒരു രാജ്യം. ഫുട്ബോൾ പ്രേമികൾക്ക് അതൊരു സ്വപ്നമാണ്. ഒരു രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് നീലയും വെള്ളയും നിറമുള്ള ജേഴ്സി, നിറഞ്ഞ സ്റ്റേഡിയങ്ങൾ, ആർത്തുവിളിക്കുന്ന ആരാധകർ, അവരുടെ നടുവിലൂടെ പന്തുമായി പായുന്ന ഒരു മനുഷ്യൻ, മെസ്സി. പക്ഷേ ഒരു രാജ്യം ഒരു കളിക്കാരൻ മാത്രമാണോ? അല്ല. ഓരോ രാജ്യത്തിനും ലോകം കാണുന്ന ഒരു മുഖമുണ്ട്. ലോകം കാണാതെ പോകുന്ന മറ്റൊരു മുഖവുമുണ്ട്. ഇന്നത്തെ രാത്രി നമ്മൾ കാണാൻ പോകുന്നത് ആ രണ്ടാമത്തെ മുഖമാണ്. കാരണം അർജന്റീനയെക്കുറിച്ച് ലോകം വർഷങ്ങളായി ചോദിക്കുന്ന ഒരു വിചിത്രമായ ചോദ്യമുണ്ട്. ആദ്യമായി കേൾക്കുമ്പോൾ വളരെ സാധാരണമെന്ന് തോന്നും. പക്ഷേ അതിന്റെ ഉത്തരം തേടിത്തുടങ്ങിയാൽ അത് നമ്മെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകും. ആ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് അർജന്റീനയിലെ ഭൂരിഭാഗം ആളുകളും യൂറോപ്യന്മാരെ പോലെ കാണപ്പെടുന്നത്? തെക്കേ അമേരിക്കയിലെ മറ്റു രാജ്യങ്ങളെ നോക്കൂ. ബ്രസീൽ, കൊളംബിയ, പെറു, ബൊളീവിയ. അവിടെ നിങ്ങൾക്ക് പല നിറങ്ങളിലുള്ള മനുഷ്യരെ കാണാം. ആഫ്രിക്കൻ വംശജർ, സ്വദേശി ജനത, യൂറോപ്യൻ വംശജർ, എല്ലാവരും ചേർന്ന് ഒരു സമൂഹം. പക്ഷേ അർജന്റീനയിൽ എത്തുന്ന പല യാത്രികർക്കും ആദ്യ ദിവസം തന്നെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടും: ഈ രാജ്യം മറ്റു അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ഇത്ര വ്യത്യസ്തമാണ്? ചിലർ അതിന് വളരെ ലളിതമായ ഒരു മറുപടി പറയും: അതൊരു വംശീയ രാജ്യമാണ്. മറ്റു ചിലർ പറയും അവിടെ കറുത്തവരില്ല. വേറെ ചിലർ പറയും അത് യൂറോപ്പിന്റെ ഒരു ഭാഗം പോലെയാണ്. പക്ഷെ ചരിത്രം ഇത്ര ലളിതമല്ല. ഒരു രാജ്യത്തിന്റെ കഥ ഒരു വാചകത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. കാരണം ഓരോ രാജ്യവും ആയിരക്കണക്കിന് ദിവസങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ്. ഓരോ തലമുറയും അതിൽ എന്തെങ്കിലും എഴുതിയിട്ടാണ് പോകുന്നത്. അർജന്റീനയുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. അതിൽ യുദ്ധമുണ്ട്, സ്നേഹമുണ്ട്, അധികാരമുണ്ട്, അടിമത്തമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷയുണ്ട്. മനഃപൂർവ്വം മറച്ചുവെച്ച ചില അധ്യായങ്ങളുമുണ്ട്. ഈ കഥ മെസ്സിയിൽ നിന്നും തുടങ്ങുന്നില്ല, ഫുട്ബോളിലുമല്ല, ലോകകപ്പിലുമല്ല. ഈ കഥ തുടങ്ങുന്നത് ഒരു മനുഷ്യനും അർജന്റീന എന്ന പേര് കേട്ടിട്ടില്ലാത്ത ഒരു കാലത്താണ്. ഇന്നത്തെ ബോയിനസ് അയേഴ്സ് നഗരത്തിന്റെ സ്ഥാനത്ത് വലിയ കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോഫി ഷോപ്പുകളില്ല, റോഡുകളില്ല, കാറുകളില്ല. മാത്രമല്ല അർജന്റീന എന്നൊരു രാജ്യവും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് അവസാനമില്ലാത്ത പുൽമേടുകൾ, ആകാശം തൊടുന്ന ആൻഡീസ് മലനിരകൾ, വലിയ നദികൾ, കാടുകൾ. അവയുടെ നടുവിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ജീവിച്ചിരുന്ന മനുഷ്യർ. അവർ സ്വയം അർജന്റീനക്കാർ എന്ന് വിളിച്ചിരുന്നില്ല. കാരണം അങ്ങനെ ഒരു രാജ്യം അപ്പോൾ ഉണ്ടായിരുന്നില്ല. അവർ ഓരോരുത്തരും തങ്ങളുടെ ഗോത്രത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ ലോകം അവരുടെ നദി വരെ മാത്രം, അവരുടെ മല വരെ മാത്രം. അവർക്ക് ലോകത്തിന്റെ മറുവശത്ത് മറ്റൊരു ഭൂഖണ്ഡമുണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. അതേസമയം കടലിനപ്പുറം യൂറോപ്പിൽ മറ്റൊരു കഥ എഴുതപ്പെടുകയായിരുന്നു. രാജാക്കന്മാർ പുതിയ ഭൂമികൾ തേടുകയായിരുന്നു. വ്യാപാരികൾ പുതിയ സമ്പത്ത് തേടുകയായിരുന്നു. മതനേതാക്കൾ പുതിയ വിശ്വാസികളെ തേടുകയായിരുന്നു. ആർക്കും അപ്പോൾ അറിയില്ലായിരുന്നു ഈ രണ്ട് ലോകങ്ങൾ വളരെ പെട്ടെന്ന് പരസ്പരം കൂട്ടിയിടിക്കാൻ പോകുകയാണെന്ന്. ഒരു ദിവസം അറ്റ്ലാന്റിക് സമുദ്രത്തിനു മുകളിൽ ഒരു വലിയ കപ്പൽ യാത്ര ആരംഭിച്ചു. ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകൾ സ്വന്തം ജീവിതം മാത്രമല്ല, ലോകത്തിന്റെ ഭാവിയും മാറ്റാൻ പോവുകയായിരുന്നു. അവർക്ക് അവർ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു. പക്ഷേ അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു: കടലിനപ്പുറം അളവറ്റ സമ്പത്തുണ്ട്, പുതിയ ഭൂമിയുണ്ട്. ആ ഭൂമി ആദ്യം കണ്ടെത്തുന്നവർക്ക് സ്വന്തമാകും. ആ വിശ്വാസം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നിന് തുടക്കമായി. പക്ഷേ ഈ കഥയിൽ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. യൂറോപ്യന്മാർ എത്തുന്നതിനു മുമ്പ് ആ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ആരായിരുന്നു? അവർ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? അവരുടെ സംസ്കാരം എന്തായിരുന്നു? ചരിത്ര പുസ്തകങ്ങളിൽ അവരെക്കുറിച്ച് ഇത്ര കുറച്ച് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ്? അടുത്ത ഭാഗത്തിൽ നമ്മൾ അർജന്റീന എന്ന രാജ്യം ജനിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ലോകത്തിലേക്ക് യാത്ര ചെയ്യാം. അവിടെ ചരിത്രം ഇനിയും എഴുതി തുടങ്ങിയിട്ടില്ല. പക്ഷേ ഒരു മഹത്തായ നാഗരികത നിശബ്ദമായി തന്റെ ജീവിതം ജീവിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കൂ. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് 500 വർഷമല്ല, 5000 വർഷം പിന്നിലേക്കാണ്. അവിടെ ഒരു രാജ്യത്തിന്റെയും അതിർത്തികളില്ല, ഭൂപടമില്ല, ദേശീയ ഗാനമില്ല, പാസ്പോർട്ടില്ല. ഇതെന്റെ രാജ്യം, അത് നിന്റെ രാജ്യം എന്ന ആശയങ്ങൾ പോലും മനുഷ്യർ സൃഷ്ടിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ അർജന്റീന എന്ന് വിളിക്കുന്ന ഭൂമി
അന്ന് പ്രകൃതിയുടെ സ്വന്തം ലോകമായിരുന്നു. വടക്ക് ചൂടുള്ള വനപ്രദേശങ്ങൾ, മധ്യഭാഗം അവസാനമില്ലാത്ത പച്ചപ്പുള്ള പുൽമേടുകൾ. ഇന്ന് ലോകം പാംപാസ് എന്ന് വിളിക്കുന്ന ആ വിശാലമായ സമതലം ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം ഒരു വലിയ പച്ചക്കടൽ പോലെ നീണ്ടുകിടന്നു. തെക്ക് തണുത്ത കാറ്റിൽ പൊതിഞ്ഞ പർവ്വതങ്ങളും മഞ്ഞുമൂടിയ പ്രദേശങ്ങളും, പടിഞ്ഞാറ് ആകാശം തൊടുന്ന ആൻഡീസ് മലനിരകൾ. ആ മലകൾ വെറും കല്ലുകളല്ല, ഒരു മതിൽ പോലെ ഈ ഭൂമിയെ സംരക്ഷിച്ച പ്രകൃതിയുടെ കാവൽക്കാരായിരുന്നു. ആ ഭൂമിയിൽ മനുഷ്യർ ജീവിച്ചിരുന്നു. ഒന്നോ രണ്ടോ ഗോത്രങ്ങളല്ല, ഡസൻ കണക്കിന് വ്യത്യസ്ത സമൂഹങ്ങൾ. ഓരോരുത്തർക്കും സ്വന്തം ഭാഷ, സ്വന്തം ദൈവങ്ങൾ, സ്വന്തം പാട്ടുകൾ, സ്വന്തം കഥകൾ. ഇന്ന് നമ്മൾ അവരെ ഒരുമിച്ച് സ്വദേശ ജനത എന്ന് വിളിക്കുന്നു. പക്ഷേ അവർ ഒരുപോലെ ആയിരുന്നില്ല. വടക്കു പടിഞ്ഞാറൻ മലപ്രദേശങ്ങളിൽ കൃഷി ചെയ്തിരുന്ന സമൂഹങ്ങളുണ്ടായിരുന്നു. ചോളം, പയർ, മത്തൻ. അവർ ഭൂമിയെ മനസ്സിലാക്കിയിരുന്നു. മഴയുടെ സമയം അറിയാമായിരുന്നു. വിത്ത് വിതയ്ക്കേണ്ട കാലം അറിയാമായിരുന്നു. മണ്ണ് അവരുടെ ജീവിതമായിരുന്നു. പക്ഷേ പാംപാസിലെ ജനങ്ങൾ വ്യത്യസ്തരായിരുന്നു. അവർ സ്ഥിരമായി ഒരിടത്ത് താമസിച്ചിരുന്നില്ല. മൃഗങ്ങളെ പിന്തുടർന്ന് കാലാവസ്ഥയ്ക്കനുസരിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചു. അവരുടെ വീടുകൾ ഇന്നത്തെ വീടുകൾ പോലെ ആയിരുന്നില്ല. എളുപ്പത്തിൽ പൊളിക്കാനും വീണ്ടും പണിയാനും കഴിയുന്ന താൽക്കാലിക താമസ സ്ഥലങ്ങൾ. കാരണം അവരുടെ ജീവിതം യാത്രയായിരുന്നു. ഒരു കുട്ടി ജനിച്ചാൽ അവൻ വളരുന്നത് പ്രകൃതിയെ നോക്കിയാണ്. ക്ലാസ് മുറിയിലല്ല, മരം കണ്ടാണ്. കാലാവസ്ഥ മനസ്സിലാക്കുന്നത് പക്ഷികളുടെ പറക്കൽ കണ്ടാണ്. മഴ വരുമെന്ന് തിരിച്ചറിയുന്നത് നദിയുടെ ഒഴുക്ക് നോക്കിയാണ്. മത്സ്യം പിടിക്കാനുള്ള സമയം തീരുമാനിക്കുന്നത് അവരുടെ അധ്യാപകർ പുസ്തകങ്ങളായിരുന്നില്ല, പ്രകൃതിയായിരുന്നു. ഒരു ഗോത്രത്തിലെ മൂപ്പൻ കുട്ടികളെ ഇരുത്തി രാത്രിയിൽ തീ കത്തിച്ച് പൂർവികരുടെ കഥകൾ പറയും. എഴുതിയ ചരിത്രമല്ല, പറഞ്ഞു കൈമാറിയ ചരിത്രം. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്. അങ്ങനെ നൂറ്റാണ്ടുകളോളം ഇന്ന് നമ്മൾ ചരിത്രം പഠിക്കുന്നത് പുസ്തകങ്ങളിൽ നിന്നാണ്. പക്ഷേ അവർ ചരിത്രം ജീവിക്കുകയായിരുന്നു. അവർക്ക് സ്വർണം ഒരു നാണയമായിരുന്നില്ല, ഒരു വിശുദ്ധ ലോഹമായിരുന്നു. ഭൂമി വിൽക്കാനുള്ള സ്വത്തായിരുന്നില്ല, ജീവൻ തരുന്ന അമ്മയായിരുന്നു. നദികൾ അതിർത്തികളായിരുന്നില്ല, ജീവിതത്തിലേക്കുള്ള വഴികളായിരുന്നു. ഇന്ന് ഈ ചിന്തകൾ നമ്മൾക്ക് വളരെ വ്യത്യസ്തമായി തോന്നാം, കാരണം നമ്മൾ വളർന്ന ലോകം വേറെയാണ്. പക്ഷേ ആ കാലത്ത് അതാണ് സ്വാഭാവികമായ ജീവിതം. എന്നാൽ ഈ ഭൂമിയിലെ എല്ലാ സമൂഹങ്ങളും ഒരുപോലെ സമാധാനത്തിലായിരുന്നു? അല്ല. മനുഷ്യനുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ചില ഗോത്രങ്ങൾ തമ്മിൽ വേട്ടയാടുന്ന സ്ഥലത്തെ ചൊല്ലി തർക്കങ്ങളുണ്ടായി. ചിലർ നദിയുടെ നിയന്ത്രണത്തിനായി പോരാടി. ചിലപ്പോൾ യുദ്ധങ്ങൾ നടന്നു. പക്ഷേ ആ യുദ്ധങ്ങൾക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു. ഒരു ഗോത്രം ജയിച്ചാലും മറ്റൊരു ഗോത്രത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ആശയം അപൂർവമായിരുന്നു. കാരണം അവരും പ്രകൃതിയുടെ ഭാഗമായിരുന്നു. പക്ഷേ കടലിന്റെ മറുവശത്ത് മറ്റൊരു ലോകം വളരുകയായിരുന്നു. അവിടെ രാജാക്കന്മാർ ഭൂമിയെ ഒരു സ്വത്തായി കണ്ടു, സ്വർണത്തെ അധികാരമായി കണ്ടു, സമുദ്രത്തെ വ്യാപാര പാതയായി കണ്ടു. അവർക്കൊരു പുതിയ ലോകം വേണമായിരുന്നു, പുതിയ സമ്പത്ത് വേണമായിരുന്നു. അതിനായി അവർ സമുദ്രത്തിലേക്ക് കണ്ണു നട്ടു. ആ തീരുമാനത്തിന്റെ ആഘാതം ഈ ശാന്തമായ ഭൂമിയിൽ ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് അവിടെ ജീവിച്ചിരുന്ന ആർക്കും അറിയില്ലായിരുന്നു. ഒരു പുലർച്ചെ കടലിലേക്ക് മീൻ പിടിക്കാൻ പോയ ചിലർ ദൂരെ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു. ചിറകുകൾ ഉള്ളതുപോലെ തോന്നുന്ന വലിയ മരക്കെട്ടിടങ്ങൾ കടലിന് മുകളിലൂടെ പതുക്കെ നീങ്ങുന്നു. അവർ അതിനു മുമ്പ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതൊരു വലിയ പക്ഷിയാണോ, ഒരു ദൈവത്തിന്റെ അടയാളമാണോ, അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിൽ നിന്ന് വരുന്ന മനുഷ്യരോ? ആർക്കും ഉത്തരവില്ല. പക്ഷേ ആ ദിവസം കടലിന്റെ ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ കപ്പലുകൾ അർജന്റീനയുടെ മാത്രമല്ല, മുഴുവൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ചരിത്രവും മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. ആ കപ്പലുകൾ ആരായിരുന്നു? എന്തുകൊണ്ടാണ് അവർ ഇത്ര ദൂരം യാത്ര ചെയ്തത്? അവർ കൊണ്ടുവന്നത് വെറും മനുഷ്യരായിരുന്നോ, അല്ലെങ്കിൽ ഒരു പുതിയ ലോകത്തിന്റെ തുടക്കമായിരുന്നോ? 1992 ചരിത്രത്തിൽ ഈയൊരു വർഷം ഒരു തീയതി മാത്രമല്ല, ലോകത്തെ രണ്ടായി വിഭജിച്ച ഒരു നിമിഷമാണ്. ആ വർഷം കടലിന്റെ നടുവിൽ ചെറിയ മരക്കപ്പലിൽ നിന്നിരുന്ന ഒരാൾ മുന്നിലേക്ക് നോക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ക്രിസ്റ്റഫർ കൊളംബസ്. അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള കടൽ വഴി കണ്ടെത്താനാണ് പുറപ്പെട്ടത്.
കാരണം അക്കാലത്ത് യൂറോപ്പിന് ഇന്ത്യ എന്നത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായിരുന്നു. കുരുമുളക്, കറുവപ്പട്ട, ഗ്രാമ്പു, ഇന്നത്തെ സ്വർണത്തിന് തുല്യമായ വിലയായിരുന്നു അവയ്ക്ക്. പക്ഷേ ഇന്ത്യയിലേക്കുള്ള കരവഴികൾ വളരെ അപകടകരമായിരുന്നു. അതിനാൽ കടൽ വഴി കണ്ടെത്താൻ യൂറോപ്പിലെ രാജാക്കന്മാർ വലിയ പണം ചെലവഴിച്ചു. കൊളംബസ് അമേരിക്കയെ കണ്ടെത്താൻ പുറപ്പെട്ടതല്ല. അദ്ദേഹത്തിന് അമേരിക്കയെക്കുറിച്ച് അറിവ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചരിത്രം മനുഷ്യർ ആസൂത്രണം ചെയ്ത വഴിയിലൂടെ എല്ലായ്പ്പോഴും സഞ്ചരിക്കാറില്ല. ഒടുവിൽ അദ്ദേഹം എത്തിയത് മറ്റൊരു ഭൂഖണ്ഡത്തിലായിരുന്നു. ആ ദിവസത്തോടെ യൂറോപ്പിന്റെ കണ്ണുകൾ പുതിയ ലോകത്തിലേക്ക് തിരിഞ്ഞു. സ്പെയിൻ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, നെതർലാൻഡ്, ഓരോ രാജ്യവും ഒരേ ചോദ്യം ചോദിച്ചു: ഇനി എത്ര ഭൂമികൾ ബാക്കിയുണ്ട്? കാരണം അക്കാലത്ത് ഒരു രാജ്യത്തിന്റെ ശക്തി അതിന്റെ സൈന്യം മാത്രം തീരുമാനിച്ചിരുന്നില്ല. അത് കൈവശപ്പെടുത്തിയ ഭൂമിയും സ്വർണവും സമ്പത്തുമായിരുന്നു തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നായി വലിയ കപ്പലുകൾ സമുദ്രം മുറിച്ചു കടന്നു. ചിലത് സ്വർണം തേടി, ചിലത് വെള്ളി തേടി, ചിലത് പുതിയ വ്യാപാര പാതകൾ തേടി, ചിലത് പുതിയ മനുഷ്യരെ സ്വന്തം രാജാവിന്റെ കീഴിലാക്കാൻ. ആ യാത്രകളിലൊന്നാണ് ഇന്നത്തെ അർജന്റീനയുടെ തീരത്തേക്കും എത്തിയത്. ആദ്യമായി വന്നവർ ഇവിടെ മെക്ലിക്കോയിലേതുപോലെയുള്ള വലിയ നഗരങ്ങൾ കണ്ടില്ല. പെറുവിലേതുപോലെയുള്ള സ്വർണ്ണ സാമ്രാജ്യങ്ങളും കണ്ടില്ല. അവർ കണ്ടത് വിശാലമായ പുൽമേടുകൾ, അവസാനമില്ലാത്ത ഭൂമി, വലിയ നദികൾ, സമൃദ്ധമായ പ്രകൃതി. ആദ്യ നോട്ടത്തിൽ അത് നിരാശാജനകമായി തോന്നിയിരിക്കാം. കാരണം അവർ സ്വർണം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവർ തിരിച്ചറിഞ്ഞില്ല, ഈ ഭൂമി ഭാവിയിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കാർഷിക രാജ്യങ്ങളിൽ ഒന്നാകുമെന്ന്. ആദ്യകാലത്ത് സ്പാനിഷുകാരും സ്വദേശി ഗോത്രങ്ങളും തമ്മിൽ ചിലയിടങ്ങളിൽ വ്യാപാരമുണ്ടായി. അവർ ഭക്ഷണം കൈമാറി, വേട്ടയാടുന്ന രീതികൾ പഠിച്ചു, ഭാഷ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ സമാധാനം അധികകാലം നീണ്ടു നിന്നില്ല. കാരണം രണ്ട് ലോകങ്ങൾ രണ്ട് വ്യത്യസ്ത ചിന്താഗതികളുമായി തമ്മിൽ കണ്ടുമുട്ടുകയായിരുന്നു. സ്വദേശികൾ ചോദിച്ചു: നിങ്ങൾ ഇവിടെ കുറച്ചു ദിവസം താമസിച്ച് തിരികെ പോകുമല്ലോ? സ്പാനിഷുകാർ ചിന്തിച്ചത്, ഇനി ഈ ഭൂമി ഞങ്ങളുടെ രാജാവിൻ്റെതാണ്. അവിടെയാണ് ആദ്യ വലിയ സംഘർഷം തുടങ്ങിയത്. സ്പെയിന്റെ പതാക ഒരു ഗ്രാമത്തിൽ ഉയർന്നാൽ അത് വെറും ഒരു തുണിക്കഷ്ണം ഉയർത്തിയതല്ല. അതിന്റെ അർത്ഥം ഇനി ഈ ഭൂമി ഞങ്ങളുടേതാണ്. പക്ഷേ അവിടെ തലമുറകളായി ജീവിച്ചിരുന്ന മനുഷ്യരോട് ആരും അഭിപ്രായം ചോദിച്ചില്ല. ചില ഗോത്രങ്ങൾ പ്രതിരോധിച്ചു. അവർക്ക് വാളുകൾ ഉണ്ടായിരുന്നു, കുന്തങ്ങളുണ്ടായിരുന്നു, വില്ലും അമ്പും ഉണ്ടായിരുന്നു. പക്ഷേ സ്പാനിഷുകാർക്കുണ്ടായിരുന്നത് തോക്കുകളായിരുന്നു, കുതിരകളായിരുന്നു, ഇരുമ്പ് കവചങ്ങളായിരുന്നു. അതിലുപരി അവർ കൊണ്ടുവന്ന ഒരു അദൃശ്യ ശത്രു ഉണ്ടായിരുന്നു. അതിന് വാളിന്റെ മൂർച്ചയില്ല, തോക്കിന്റെ ശബ്ദവുമില്ല. പക്ഷേ അതായിരുന്നു ഏറ്റവും ഭീകരം: രോഗങ്ങൾ. ചെറുപനി, മീസിൽസ്, ഇൻഫ്ലുവൻസ. യൂറോപ്പിൽ സാധാരണമായിരുന്ന ഈ രോഗങ്ങൾ അമേരിക്കയിലെ സ്വദേശികൾക്ക് പൂർണ്ണമായും പുതിയതായിരുന്നു. അവരുടെ ശരീരത്തിന് അവയ്ക്കെതിരെ പ്രതിരോധശേഷി ഇല്ലായിരുന്നു. ഒരു ഗ്രാമത്തിൽ ഒരാൾക്ക് രോഗം ബാധിച്ചു. കുറച്ചു ദിവസങ്ങൾക്കകം മുഴുവൻ ഗ്രാമവും രോഗബാധിതരായി. ചില പ്രദേശങ്ങളിൽ യുദ്ധത്തെക്കാൾ വലിയ ആളുകളെ ഈ രോഗങ്ങളാണ് കൊന്നത്. ഒരു ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട്, ചില ഗ്രാമങ്ങളിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ രോഗം യുദ്ധം ജയിച്ചിരുന്നു. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്കൊരിക്കലും കേട്ടിട്ടില്ലാത്ത, കാണാത്ത ഒരു രോഗം ഒരു ദിവസം നിങ്ങളുടെ ഗ്രാമത്തിലെത്തുന്നു. എന്തു മരുന്ന് കൊടുക്കണമെന്നറിയില്ല, എങ്ങനെ പകരുമെന്നും അറിയില്ല, എങ്ങനെ തടയണമെന്നും അറിയില്ല. അതായിരുന്നു ആ കാലത്തെ അമേരിക്ക. ചരിത്രം പലപ്പോഴും വാളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ ഭൂപടത്തിന്റെ ചരിത്രം മാറ്റിയത് ചിലപ്പോൾ കണ്ണുകൊണ്ടുപോലും കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവികളായിരുന്നു. അങ്ങനെ സ്പെയിന്റെ നിയന്ത്രണം പതിയെ വളർന്നു. ഗ്രാമങ്ങൾ പട്ടണങ്ങളായി, പട്ടണങ്ങൾ നഗരങ്ങളായി. സ്പാനിഷ് ഭാഷ ഭരണത്തിന്റെ ഭാഷയായി. ക്രിസ്തുമതം വേഗത്തിൽ വ്യാപിച്ചു. പഴയ ആചാരങ്ങളിൽ പലതും നിരോധിക്കപ്പെട്ടു. പുതിയ നിയമങ്ങൾ വന്നു, പുതിയ നികുതികൾ വന്നു, പുതിയ ജീവിത രീതി വന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇന്നും നമ്മൾ ചോദിക്കുന്ന ആ വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല: അർജന്റീന എങ്ങനെ ഇത്ര യൂറോപ്യൻ മുഖമുള്ള രാജ്യമായി? കാരണം സ്പാനിഷുകാർ മാത്രം വന്നിരുന്നെങ്കിൽ ഇന്നത്തെ അർജന്റീന ഇങ്ങനെയാകുമായിരുന്നില്ല. യഥാർത്ഥ മാറ്റം ഇനി നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റങ്ങളിലൊന്ന് ഒരു രാജ്യം മുഴുവൻ മാറ്റിമറിക്കാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം വീട് ഉപേക്ഷിക്കും, സ്വന്തം രാജ്യം ഉപേക്ഷിക്കും. ഒരു സ്വപ്നത്തിനു വേണ്ടി അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചു കടക്കും.
ആ സ്വപ്നത്തിന്റെ പേര് അർജന്റീന. 1870 സ്പെയിനിൽ ഒരമ്മ രാത്രി ഭക്ഷണം മക്കൾക്ക് വിളമ്പുകയാണ്. പക്ഷേ ആ ഭക്ഷണം എല്ലാവർക്കും തികയില്ല. ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ മുഴുവൻ വർഷം കഷ്ടപ്പെട്ടിട്ടും കടം തീർക്കാൻ കഴിയുന്നില്ല. അയർലാൻഡിൽ ഒരു കുടുംബം നാളെ എന്ത് കഴിക്കും എന്ന് ചിന്തിച്ചാണ് ഉറങ്ങുന്നത്. ജർമ്മനിയിൽ വ്യവസായ വിപ്ലവം ചിലർക്ക് സമ്പത്ത് നൽകി, പക്ഷേ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത ദിവസങ്ങളും സമ്മാനിച്ചു. ഇതൊരു രാജ്യത്തിന്റെ മാത്രം കഥയല്ല, മുഴുവൻ യൂറോപ്പും ഒരു വലിയ മാറ്റത്തിലൂടെ കടന്നുപോവുകയായിരുന്നു. ജനസംഖ്യ വർദ്ധിച്ചു, കൃഷിയിടങ്ങൾ ചെറുതായി വിഭജിക്കപ്പെട്ടു. ഒരു അച്ഛൻ മരിച്ചാൽ ഭൂമി 4 മക്കൾക്ക്, അടുത്ത തലമുറയിൽ അതേ ഭൂമി 8 പേർക്ക്, പിന്നെയും 16 പേർക്ക്. അവസാനം ഒരു കുടുംബത്തെ പോലും പോറ്റാൻ കഴിയാത്ത അത്ര ചെറിയ ഭൂമിത്തുണ്ടുകൾ മാത്രം ബാക്കി. ഇതിനൊപ്പം ഫാക്ടറികളിൽ കുറഞ്ഞ വേതനം, രാഷ്ട്രീയ അസ്ഥിരത, യുദ്ധഭീതി, ദാരിദ്ര്യം. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു പുതിയ ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങി. അപ്പോഴാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിനപ്പുറത്തു നിന്ന് ഒരു വാർത്ത യൂറോപ്പിലെ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അർജന്റീന നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ചില പരസ്യങ്ങളിൽ എഴുതിയിരുന്നത് ഫലഭൂയിഷ്ഠമായ ഭൂമി, ജോലി, ഭാവി, പുതിയ ജീവിതം. ഇത് വെറും പരസ്യമല്ലായിരുന്നു, അതൊരു സർക്കാരിന്റെ പദ്ധതിയായിരുന്നു. കാരണം അർജന്റീനയുടെ നേതാക്കൾക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു. രാജ്യം വളരണമെങ്കിൽ ജനസംഖ്യ വർദ്ധിക്കണം. അവർക്ക് വിശാലമായ ഭൂമി ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ കൃഷി ചെയ്യാൻ ആളുകൾ കുറവായിരുന്നു. റെയിൽവേ പണിയാൻ തൊഴിലാളികൾ വേണം, നഗരങ്ങൾ നിർമ്മിക്കാൻ മനുഷ്യർ വേണം, വ്യവസായങ്ങൾ തുടങ്ങാൻ കുടുംബങ്ങൾ വേണം. അതിനാൽ യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റത്തെ അവർ പ്രോത്സാഹിപ്പിച്ചു. ചരിത്രത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇത് സ്വാഭാവികമായി മാത്രം നടന്ന കുടിയേറ്റമല്ല, സർക്കാർ പ്രോത്സാഹിപ്പിച്ച കുടിയേറ്റമായിരുന്നു. ചില കുടുംബങ്ങൾക്ക് യാത്രാ സഹായം നൽകി, ചിലർക്ക് കുറഞ്ഞ ചെലവിൽ ഭൂമി ലഭിച്ചു, ചിലർക്ക് ജോലിയുടെ വാഗ്ദാനം ലഭിച്ചു. ഇങ്ങനെ ഒരു വലിയ മനുഷ്യപ്രവാഹം ആരംഭിച്ചു. ഒരു കപ്പൽ, അതിനുശേഷം മറ്റൊന്ന്, വീണ്ടും മറ്റൊന്ന്. ഓരോ ആഴ്ചയും ആയിരക്കണക്കിന് ആളുകൾ, ഓരോ മാസവും പതിനായിരങ്ങൾ, ഓരോ വർഷവും ലക്ഷങ്ങൾ. ബ്യൂണസ് അയേഴ്സ് തുറമുഖം ഒരിക്കലും ഉറങ്ങാത്ത സ്ഥലമായി മാറി. ഒരു കപ്പലിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങുന്ന ഒരു കുഞ്ഞ്, മറ്റൊരു കപ്പലിൽ നിന്ന് കയ്യിൽ ഒരു ചെറിയ സൂട്ട്കേസ് മാത്രം പിടിച്ച ഒരു യുവാവ്, ഒരു വയോധിക ദമ്പതികൾ പിന്നോട്ട് തിരിഞ്ഞ് കടലിലേക്ക് നോക്കുന്നു. അവർക്കറിയാം, ആ കടലിനപ്പുറം തങ്ങൾ ജനിച്ച നാടുണ്ട്. ഒരുപക്ഷെ അവിടെ ഇനി ഒരിക്കലും തിരികെ പോകില്ല. അവരുടെ കണ്ണുകളിൽ ഭയവുമുണ്ടായിരുന്നു, പ്രതീക്ഷയുമുണ്ടായിരുന്നു. അവരിൽ പലർക്കും സ്പാനിഷ് ഭാഷ അറിയില്ല, ഈ രാജ്യത്തെക്കുറിച്ച് വലിയ അറിവില്ല. എന്നാലും ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഇവിടെ നമ്മുടെ മക്കൾക്ക് നല്ല ജീവിതം കിട്ടും. ആ വിശ്വാസമാണ് അവരെ കടൽ മുറിച്ചു കടക്കാൻ പ്രേരിപ്പിച്ചത്. 1870 മുതൽ 1914 വരെയുള്ള ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റ തരംഗങ്ങളിലൊന്ന് അർജന്റീനയിലെത്തി. ഏകദേശം 60 ലക്ഷത്തിലധികം യൂറോപ്യൻ കുടിയേറ്റക്കാർ അർജന്റീനയിലായി. അവരിൽ ഭൂരിഭാഗവും ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നുമായിരുന്നു. പക്ഷേ അവരോടൊപ്പം ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട്, റഷ്യ, ക്രൊയേഷ്യ, വെയിൽസ്, മിഡിൽ ഈസ്റ്റിലെ ചില പ്രദേശങ്ങൾ, ഇവിടങ്ങളിൽ നിന്നുമുള്ള ആളുകളും എത്തി. ഇന്ന് നിങ്ങളൊരു അർജന്റീനക്കാരന്റെ കുടുംബചരിത്രം അന്വേഷിച്ചാൽ പലപ്പോഴും അവന്റെ മുത്തശ്ശൻ ഇറ്റാലിയിൽ നിന്നോ സ്പെയിനിൽ നിന്നോ വന്നയാളായിരിക്കും. അതുകൊണ്ടാണ് അർജന്റീനയിലെ സ്പാനിഷ് ഭാഷയ്ക്ക് പോലും ഇറ്റാലിയൻ സ്വാധീനം കൂടുതലുള്ള ഉച്ചാരണമുണ്ടെന്ന് ഭാഷാശാസ്ത്രജ്ഞർ പറയുന്നത്. അവിടുത്തെ ഭക്ഷണത്തിലും ഇറ്റലിയുടെ സ്വാധീനം കാണാം. പിസ്സ, പാസ്ത, ജലാറ്റോ ഇവ വെറും വിദേശ ഭക്ഷണങ്ങളല്ല, അർജന്റീനയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പക്ഷേ ഈ കുടിയേറ്റം എല്ലാവർക്കും ഒരുപോലെ സന്തോഷം നൽകിയില്ല. കാരണം ഒരു രാജ്യം പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുമ്പോൾ അവിടെ നേരത്തെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് എന്ത് സംഭവിക്കും? അവരുടെ ഭൂമി, അവരുടെ അവകാശങ്ങൾ, അവരുടെ സംസ്കാരം. അതിലും വലിയൊരു ചോദ്യം ഇന്നും ലോകം ചോദിക്കുന്നു: അർജന്റീനയിൽ കറുത്തവർ എവിടെ പോയി? ഈ ചോദ്യം ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. ചിലർ പറയുന്നത് പോലെ അവർ ഒരു ദിവസം കൊണ്ട് അപ്രത്യക്ഷരായതല്ല. അതിന്റെ പിന്നിൽ യുദ്ധമുണ്ട്, രോഗമുണ്ട്, കുടിയേറ്റമുണ്ട്, സാമൂഹിക മാറ്റമുണ്ട്, രാഷ്ട്രീയ തീരുമാനങ്ങളുമുണ്ട്. അടുത്ത ഭാഗത്തിൽ ചരിത്ര പുസ്തകങ്ങളിൽ വളരെ കുറച്ചു മാത്രം പറയുന്ന ഒരു അധ്യായം നമുക്ക് തുറക്കാം. അത് കേട്ടാൽ അർജന്റീനയെ കുറിച്ച് നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും വീണ്ടും ചിന്തിക്കേണ്ടി വരും. ഒരു രാജ്യം
സ്വന്തം ചരിത്രം എഴുതുമ്പോൾ എല്ലാ കഥകളും അതിൽ എഴുതപ്പെടാറില്ല. ചില കഥകൾ അഭിമാനത്തോടെ ഒന്നാം പേജിൽ എഴുതും. ചില കഥകൾ അവസാന പേജിലേക്ക് മാറ്റും. മറ്റു ചില കഥകൾ ആരും വായിക്കാത്തക്ക വിധം പുസ്തകത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകും. അർജന്റീനയുടെ ചരിത്രത്തിലും ഇങ്ങനെയൊരു അധ്യായമുണ്ട്. ഇന്ന് ലോകത്ത് അർജന്റീനയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വാചകമുണ്ട്: അവിടെ കറുത്തവരില്ല. ഈ വാചകം ലളിതമാണ്, പക്ഷേ ചരിത്രം അത്ര ലളിതമല്ല. കാരണം ഒരു കാലത്ത് അർജന്റീനയിലെ നഗരങ്ങളിൽ ആഫ്രിക്കൻ വംശജർ ധാരാളം ജീവിച്ചിരുന്നു. അവർ എവിടെ നിന്നാണ് വന്നത്? അതിനായി നമ്മൾ വീണ്ടും കടലിലേക്ക് തിരികെ പോകണം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ഇരുണ്ട യാത്ര. 16-ാം നൂറ്റാണ്ടു മുതൽ യൂറോപ്യൻ ശക്തികൾ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി. അവർ കുറ്റവാളികളായിരുന്നില്ല, യുദ്ധത്തിൽ തോറ്റ സൈനികരായിരുന്നില്ല. സാധാരണ മനുഷ്യർ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, അമ്മമാർ, അച്ഛന്മാർ, കുട്ടികൾ. ഒരു രാത്രി അവരുടെ ജീവിതം അവസാനിച്ചു. മറ്റൊരു ജീവിതം ബലമായി ആരംഭിച്ചു. ഇരുമ്പ് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട അവർ വലിയ മരക്കപ്പലുകളുടെ അടിത്തട്ടിലേക്ക് തള്ളിക്കയറ്റപ്പെട്ടു. അവിടെ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്തയിടം. ശുദ്ധവായുവില്ല, വെളിച്ചമില്ല, വെള്ളം കുറവ്, ഭക്ഷണം കുറവ്. ആ യാത്രയ്ക്കൊരു പേരുണ്ടായിരുന്നു: മിഡിൽ പാസേജ്. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ കടൽ യാത്രകളിലൊന്ന്. ആ യാത്രയിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു, കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. പേര് പോലും രേഖപ്പെടുത്താതെ അവർ ജീവനോടെ എത്തിയാൽ പുതിയ ലോകത്ത് ഒരു മനുഷ്യനല്ല, ഒരു സ്വത്തായിരുന്നു. പലരും കരുതുന്നത് അടിമത്തം ബ്രസീലിൽ മാത്രമായിരുന്നുവെന്നാണ്. പക്ഷേ അത് ശരിയല്ല. സ്പാനിഷ് കോളനികളിലായിരുന്ന പല പ്രദേശങ്ങളിലേക്കും ആഫ്രിക്കൻ അടിമകളെ കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ 500 വർഷത്തിലധികം നീണ്ട ഒരു യാത്ര പൂർത്തിയാക്കി. ആദ്യം സ്വദേശി ജനതയുടെ ലോകം കണ്ടു. പിന്നീട് സ്പാനിഷ് കപ്പലുകൾ എത്തുന്നത് കണ്ടു. അടിമ കച്ചവടം കണ്ടു. യുദ്ധങ്ങൾ കണ്ടു. രോഗങ്ങൾ കണ്ടു. ലക്ഷക്കണക്കിന് യൂറോപ്യന്മാർ ഒരു പുതിയ ജീവിതം തേടി അർജന്റീനയിലേക്ക് എത്തുന്നതും കണ്ടു. ഇനി ആദ്യത്തിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരികെ പോകാം. അർജന്റീന ലോകത്തിലെ ഏറ്റവും വംശീയ രാജ്യമാണോ? ചരിത്രം പഠിച്ചതിന് ശേഷം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ആദ്യത്തെക്കാൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചരിത്രം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം സത്യങ്ങൾ പലപ്പോഴും രണ്ടറ്റങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നതെന്നാണ്. എന്തുകൊണ്ടാണ് ലോകം അങ്ങനെ വിശ്വസിക്കുന്നത്? കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഫുട്ബോൾ ലോകത്ത് അർജന്റീനയെക്കുറിച്ച് നിരവധി വിവാദങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വളർന്ന ശേഷം കളിക്കാർക്കെതിരെ വംശീയ അധിക്ഷേപങ്ങൾ, സ്റ്റേഡിയങ്ങളിലെ ചില ആരാധകരുടെ പെരുമാറ്റം, ചില രാഷ്ട്രീയ നേതാക്കളുടെ വിവാദ പ്രസ്താവനകൾ, ഇവയെല്ലാം ലോകമാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. അതിനുശേഷം ഒരു ധാരണ രൂപപ്പെട്ടു: അർജന്റീന മുഴുവൻ അങ്ങനെയാണ്. പക്ഷേ ഒരു ചോദ്യം ചോദിക്കാം: ഒരു രാജ്യത്തിലെ ചില മനുഷ്യരുടെ പ്രവൃത്തി ആ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെ സ്വഭാവമാണോ? അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഒരു രാജ്യത്തിനും നല്ല പേര് ബാക്കി വരില്ല. കാരണം വംശീയത അർജന്റീനയുടെ മാത്രം പ്രശ്നമല്ല. അത് അമേരിക്കയിലുമുണ്ട്, യൂറോപ്പിലുമുണ്ട്. അതേസമയം ലക്ഷക്കണക്കിന് യൂറോപ്യന്മാർ അർജന്റീനയിലേക്ക് കുടിയേറുകയാണ്. ഇറ്റലിയിൽ നിന്ന്, സ്പെയിനിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്. അവരുടെ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിച്ചു. പതിയെ ജനസംഖ്യയുടെ രൂപം മാറി. വിവിധ സമൂഹങ്ങൾ പരസ്പരം വിവാഹം കഴിച്ചു. പുതിയ തലമുറകൾ ജനിച്ചു. ചില കുടുംബങ്ങൾ തങ്ങളുടെ ആഫ്രിക്കൻ വേരുകളെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തി. കാരണം അക്കാലത്ത് യൂറോപ്യൻ വംശജൻ എന്ന തിരിച്ചറിയലാണ് സാമൂഹികമായി കൂടുതൽ അംഗീകരിക്കപ്പെട്ടിരുന്നത്. ഇത് വെറും കുടുംബങ്ങളുടെ തീരുമാനമല്ല, രാജ്യത്തിന്റെ രാഷ്ട്രീയ ചിന്തയുമായി ബന്ധപ്പെട്ടിരുന്നു. അക്കാലത്തെ ചില നേതാക്കൾ അർജന്റീനയെ യൂറോപ്പിനെ പോലെയുള്ള ഒരു ആധുനിക രാജ്യം ആക്കണമെന്ന് തുറന്നു പറഞ്ഞിരുന്നു. അത് നേടാൻ യൂറോപ്യൻ കുടിയേറ്റത്തെ ശക്തമായി പ്രോത്സാഹിപ്പിച്ചു. ഇത് ഇന്നത്തെ കാഴ്ചപ്പാടിൽ വിവേചനപരമായി തോന്നാം. പക്ഷേ അന്നത്തെ ലോകത്ത് ഇത്തരം ആശയങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ചരിത്രകാരന്മാർ പറയുന്നത് അർജന്റീനയുടെ ജനസംഖ്യയിലെ മാറ്റം ഒരൊറ്റ കാരണത്തിന്റെ ബലമല്ല. അത് യുദ്ധങ്ങളുടെ ബലമാണ്, രോഗങ്ങളുടെ ബലമാണ്, വിപുലമായ കുടിയേറ്റത്തിന്റെ ബലമാണ്, സാമൂഹിക കലറിന്റെ ഫലമാണ്, രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഫലമാണ്. എല്ലാം ചേർന്നുള്ള ഒരു നീണ്ട പ്രക്രിയ. പക്ഷേ ഇവിടെ നമ്മൾ മറ്റൊരു ചോദ്യം ചോദിക്കണം. ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ അർജന്റീനയിൽ വംശീയത ഇപ്പോഴുമുണ്ടോ? ഫുട്ബോൾ മത്സരങ്ങളിൽ കേൾക്കുന്ന വിവാദങ്ങൾ അവ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? ലോകം പറയുന്ന കഥയും അർജന്റീനക്കാർ ജീവിക്കുന്ന യാഥാർത്ഥ്യവും ഒന്ന് തന്നെയാണോ?
ആ ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമ്മുടെ യാത്രയുടെ അവസാന ഭാഗം. നമ്മൾ 500 വർഷത്തിലധികം നീണ്ട ഒരു യാത്ര പൂർത്തിയാക്കി. ആദ്യം സ്വദേശി ജനതയുടെ ലോകം കണ്ടു. പിന്നീട് സ്പാനിഷ് കപ്പലുകൾ എത്തുന്നത് കണ്ടു. അടിമക്കച്ചവടം കണ്ടു. യുദ്ധങ്ങൾ കണ്ടു. രോഗങ്ങൾ കണ്ടു. ലക്ഷക്കണക്കിന് യൂറോപ്യന്മാർ ഒരു പുതിയ ജീവിതം തേടി അർജന്റീനയിലേക്ക് എത്തുന്നത് കണ്ടു. ഇനി ആദ്യത്തിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരികെ പോകാം. അർജന്റീന ലോകത്തിലെ ഏറ്റവും വംശീയ രാജ്യമാണോ? പ്രത്യേകിച്ച് ബോയിനസ് എയേഴ്സ്, കോർബോഡ, മെൻഡോസ ഈ നഗരങ്ങളിൽ ആഫ്രോ അർജന്റീന സമൂഹങ്ങൾ രൂപപ്പെട്ടു. അവർ വീടുകൾ പണിതു, തുറമുഖങ്ങളിൽ ജോലി ചെയ്തു, കൃഷിയിടങ്ങളിൽ അധ്വാനിച്ചു, ഇരുമ്പ് പണികൾ ചെയ്തു, സൈന്യത്തിൽ ചേർന്നു, സംഗീതം സൃഷ്ടിച്ചു. നഗരങ്ങൾ വളരാൻ അവരും അധ്വാനിച്ചു. പക്ഷേ ചരിത്രം എഴുതുമ്പോൾ അവരുടെ പേരുകൾ പലപ്പോഴും കാണാനില്ല. 1810 അർജന്റീനയിൽ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമായി. സ്പെയിനിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ പലരും ആയുധമെടുത്തു. ആ യുദ്ധങ്ങളിൽ ആഫ്രോ അർജന്റീന പുരുഷന്മാരെയും സൈന്യത്തിലേക്ക് ചേർത്തു. ചിലർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വമേധയാ പോരാടി. ചിലർ സ്വാതന്ത്ര്യം കിട്ടിയാൽ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ചേർന്നു. ആയിരക്കണക്കിന് ആളുകൾ യുദ്ധഭൂമിയിൽ മരിച്ചു. പക്ഷേ അത് മാത്രമല്ല, രോഗങ്ങൾ വീണ്ടും എത്തി. 19-ാം നൂറ്റാണ്ടിൽ ബ്യൂണസ് അയേഴ്സ് നഗരത്തെ വീണ്ടും രോഗങ്ങൾ ആക്രമിച്ചു. കോളറ, മഞ്ഞപ്പനി, മറ്റു പകർച്ചവ്യാധികൾ. നഗരത്തിലെ ദരിദ്ര പ്രദേശങ്ങളിലായിരുന്നു ഇവ കൂടുതലും പടർന്നത്. അവിടെ ആഫ്രോ അർജന്റീന കുടുംബങ്ങളും വലിയ തോതിൽ താമസിച്ചിരുന്നു. അതിനാൽ അവരിൽ പലരും ഈ രോഗങ്ങളുടെ ഇരയായി. എന്നാൽ ഇവിടെയും ചരിത്രം പലപ്പോഴും ലളിതമാക്കി പറഞ്ഞു. അവർ രോഗം കാരണം ഇല്ലാതായി. പക്ഷേ അത് പൂർണ്ണ സത്യമല്ല. കാരണം ഇനി മറ്റൊരു വലിയ മാറ്റം നടക്കുകയാണ്. ഒരു പുതിയ രാജ്യം നിർഭാഗ്യവശാൽ മനുഷ്യ സമൂഹം നിലനിൽക്കുന്നിടത്തോളം ഇത്തരം വിവേചനങ്ങളും നിലനിൽക്കാറുണ്ട്. അർജന്റീനയും അതിൽ നിന്ന് പൂർണ്ണമായി മുക്തമായ രാജ്യമല്ല. പക്ഷേ അതിനെ ലോകത്തിലെ ഏറ്റവും വംശീയ രാജ്യം എന്ന് വിളിക്കുന്നത് ചരിത്രത്തോടും അവിടെ ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരോടും നീതി പുലർത്തുന്നില്ല. ഇന്ന് അർജന്റീനയിൽ ആഫ്രോ അർജന്റീന സമൂഹങ്ങൾ, സ്വദേശി ജനത അവരുടെ ചരിത്രം വീണ്ടും ഉയർത്തിക്കാട്ടുകയാണ്. സ്കൂളുകളിലെ പാഠപുസ്തകങ്ങൾ മാറുന്നു. പഴയ തെറ്റുകൾ വീണ്ടും പഠിക്കപ്പെടുന്നു. മ്യൂസിയങ്ങൾ മറക്കപ്പെട്ട കഥകൾ പറയാൻ തുടങ്ങുന്നു. സർവകലാശാലകൾ ചരിത്രത്തിലെ ഒഴിവാക്കിയ അധ്യായങ്ങൾ വീണ്ടും ഗവേഷണം ചെയ്യുന്നു. ഇന്നൊരു അർജന്റീനൻ വിദ്യാർത്ഥി 100 വർഷം മുമ്പുള്ള ഒരു വിദ്യാർത്ഥി പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ചരിത്രമാണ് പഠിക്കുന്നത്. കാരണം ഓരോ സമൂഹവും സ്വന്തം തെറ്റുകളെ തിരിച്ചറിയുമ്പോഴാണ് വളരുന്നത്. ഇന്ന് പലരും പറയും അർജന്റീനയിൽ കറുത്തവരില്ല. പക്ഷേ അത് ശരിയല്ല. ഇന്നും ആഫ്രോ അർജന്റീന സമൂഹങ്ങൾ അവിടെയുണ്ട്. സ്വദേശി സമൂഹങ്ങളും അവിടെയുണ്ട്. അവർ എണ്ണം കുറഞ്ഞവരായിരിക്കാം. പക്ഷേ അവർ ചരിത്രത്തിന്റെ ഭാഗമാണ്. അവരെ കാണാത്തത് അവർ ഇല്ലാത്തതുകൊണ്ടല്ല, അവരുടെ കഥകൾ വർഷങ്ങളോളം പറയാതിരുന്നതുകൊണ്ടാണ്. ഒരു രാജ്യം ഒരു മനുഷ്യനെ പോലെയാണ്. അവനും തെറ്റുകൾ ചെയ്യും, ശരിയായ തീരുമാനങ്ങളും എടുക്കും. ചില ഓർമ്മകൾ അഭിമാനത്തോടെ സൂക്ഷിക്കും, ചിലത് മറക്കാൻ ശ്രമിക്കും. പക്ഷേ മറന്നാലും ചരിത്രം ഇല്ലാതാകില്ല. അതൊരിക്കലും വീണ്ടും ഉയർന്നു വരും. അർജന്റീനയുടെ കഥയും അങ്ങനെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ഫുട്ബോളിന്റെ നാടാണ്, മെസ്സിയുടെ നാടാണ്, ടാങ്കോയുടെ നാടാണ്. പക്ഷേ ആ ചിരികൾക്ക് പിന്നിൽ 5 നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ പ്രതീക്ഷയുണ്ട്, വേദനയുണ്ട്, കുടിയേറ്റമുണ്ട്, അടിമത്തമുണ്ട്, ധൈര്യമുണ്ട്, മാറ്റമുണ്ട്. അടുത്ത തവണ നിങ്ങൾ അർജന്റീന എന്ന പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആദ്യം ഓർക്കുക ഒരു ലോകകപ്പ് ഫൈനൽ ആയിരിക്കില്ല, ഒരു ഫുട്ബോൾ താരമായിരിക്കില്ല. പകരം കടലിലൂടെ മാസങ്ങളോളം യാത്ര ചെയ്ത ഒരു ഇറ്റാലിയൻ കുടുംബത്തെ ആയിരിക്കും. അല്ലെങ്കിൽ സ്വന്തം ഭൂമി നഷ്ടപ്പെട്ട ഒരു സ്വദേശി ഗോത്രത്തെ ആയിരിക്കും. അല്ലെങ്കിൽ പേര് പോലും രേഖപ്പെടുത്താതാകാതെ അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചു കടന്ന ഒരു ആഫ്രിക്കൻ മനുഷ്യനെ ആയിരിക്കും. കാരണം ഒരു രാജ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വിജയങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ മുറിവുകളും കാണണം. അപ്പോഴാണ് ചരിത്രം വെറും പഴയ കഥകളല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇന്ന് നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനുള്ള ഓർമ്മയാണ്. ഇന്നത്തെ ചരിത്രയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത രാത്രിയിൽ ലോകത്തിലെ മറ്റൊരു മറച്ചുവെച്ച ചരിത്രവുമായി വീണ്ടും കാണാം. ശുഭരാത്രി.